കാവി കയ്യിൽ കൊടുത്ത് വരുന്നവനാണ് അവൻ. ഓക്കെ, ബസ്സിലെ കിളി എന്ന് പറയുന്നത്. വീഡിയോയുടെ ഡേറ്റ് വേണേൽ നോക്കിക്കോ. എല്ലാവർക്കും നമസ്കാരം. അഖിൽ എന്നാടിയുടെ വൈഫ് മേഘ ഒളിച്ചോടിയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മേഘ ഒളിച്ചോടുന്ന വീഡിയോ അടക്കം ഞാൻ കൊടുക്കാം. ഒരു ബസ് ഡ്രൈവറിന്റെ കൂടെയാണ് ഒളിച്ചോടിയിട്ടുള്ളത്. കുറേ പേര് പറയുന്നു ഇത് വ്യാജ വാർത്തയാണ്, കള്ളമാണ്, ഉടായ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലുമല്ല, 2 ദിവസം മുന്നേ നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളത്. ഒളിച്ചോടുന്ന വീഡിയോയും ഒളിച്ചോടിയത് ആരുടെ കൂടെയാണ്, ഏതാണ് ആ ബസ് ഡ്രൈവർ എന്നൊക്കെ ഞാൻ കൊടുക്കാം, വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ. ആദ്യം തന്നെ ബസ് ഡ്രൈവറിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇവനാണ് ആ ബസ് ഡ്രൈവർ. ഇവന്റെ കൂടെയാണ് മേഘ ഒളിച്ചോടിയിട്ടുള്ളത്. ഇവൻ അത്യാവശ്യം ഏജ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അഖില് എപ്പോഴും ലൈഫിൽ വീഡിയോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പേഴ്സണൽ ലൈഫിൽ കുറച്ച് ഇൻവോൾവ്മെന്റ് കുറവാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്റെ കമന്റ് ബോക്സിൽ അവൻ ഗേ ആണെന്നൊക്കെ ഉള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിലെന്ന് ആർക്കൊക്കെ അവൻ ഗേ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അവൻ ഗേ ആണോ അല്ലേന്നൊന്നും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇനി മേ ബി അവൻ ഗേ ആണെങ്കിൽ അവൻ അവളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചതിയാണ്. ഓക്കെ, ഗേ ആണെങ്കിൽ അവൻ ഗേ ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കമന്റ് ബോക്സിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവൻ ഗേ ആണെങ്കിൽ അവളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചതി തന്നെയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ എന്ത് റീസണിലാണ് നീ മേഘയെ സപ്പോർട്ട് ചെയ്തത്? ഞാൻ മേഘയെ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. കേസ് ക്രമേണയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുന്നതും ഓരോ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവന്റെ ഫോട്ടോ കിട്ടിയപ്പോൾ ഞാൻ പുറത്തു വിട്ട. അതുപോലെ ഇവൻ അത്യാവശ്യം ഫ്രോഡ് പരിപാടിയൊക്കെ ഉള്ളവനെന്നൊക്കെയാണ് അറിയുന്നത്. അതിലും ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് വേണമെങ്കിൽ ഞാൻ ഈ ഒരു കേസിൽ ഇപ്പം പറയാം. ക്രമേണ ഡീറ്റെയിൽസ് തെളിവ് സഹിതം ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇവനാണ് ആ പുള്ളി. അതുപോലെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ഫോട്ടോ, ഈ മേഘ ഒളിച്ചോടുന്ന ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മേഘ ഒളിച്ചോടുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതും കൊടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ആ ഒളിച്ചോടുന്ന ഒരു വീഡിയോ ഒന്ന് കാണാം. അഖിലനാരിയുടെ ഭാര്യ ഒളിച്ചോടുന്ന ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് ആദ്യം തന്നെ കണ്ടുപോകാം. കാവി കയ്യിൽ കൊടുത്ത് വരുന്നവനാണ് അവൻ. ഓക്കെ, ബസ്സിലെ കിളി എന്ന് പറയുന്നത്. വീഡിയോയുടെ ഡേറ്റ് വേണേൽ നോക്കിക്കോ. 7/8/2026 രാത്രി 10:12 പുള്ളിക്കാരി പോകുന്നത്. ഓക്കെ, അവ ഇപ്പം നടന്നു വരുമ്പോഴത്തേക്കും അവൾ ദേ ഇവിടുന്ന് ഇറങ്ങി മുമ്പോട്ട് നടന്നില്ല. എന്നാൽ ഈ അവൾ പോകുന്നുണ്ടോ? ആ ബാഗും ഷോപ്പറും ഒക്കെ ആയിട്ടാണ് അവൾ ഇറങ്ങി പോകുന്നത്. ശരിക്കും എന്തർത്ഥത്തിലാണ് ഇതുപോലൊക്കെ പോകുന്നതെന്നുള്ളതാണ് ശരിക്കും. നല്ലൊരു ഭർത്താവ്, നല്ലൊരു ജീവിതം, അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഇതുപോലൊരു ഫെയിമോ ഇതുപോലൊരു പബ്ലിസിറ്റി ഒന്നും അവൾക്ക് കിട്ടത്തില്ല. നല്ലൊരു ലൈഫ് കിട്ടത്തില്ല. ഇന്നോവ വന്നു, ടാക്സിയാണ്, അതിൽ കയറി പോകണം. ശരിക്കും ആ പെണ്ണിന്റെ ഫ്യൂച്ചർ കൊണ്ട് തൊലച്ചെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ഭാവി. അവന്റെ മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. എനിക്കൊന്ന് സിനിമ വലിയ ഹിറ്റോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ചിലപ്പോൾ അതിന്റെ വിഷമം അവന് കാണും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവളിപ്പോൾ ഇറങ്ങിപ്പോയതിന്റെ ഈ ഒരു വിഷമം. ഓക്കെ, ചിലപ്പോൾ അവന് നല്ലൊരു ലൈഫ് കിട്ടും. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടൊരുത്തനാണ്. ഒരുപാട് കഷ്ടപ്പെട്ട നേവിയിലെ നല്ലൊരു ജോലി പോലും കളഞ്ഞിട്ട് തിരിച്ചു വന്ന് യൂട്യൂബിന് വേണ്ടിയിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവന്റെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കാരണം ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടത്തില്ല. ആ ഒരു 50-50 ചാൻസിലാണ് അവൻ ഇത്രയും റീച്ച് ആവുന്നത്. ഒരുപാട് ആളുകൾ അവനെ കളിയാക്കുന്ന പോലും ഉണ്ടാവും. കോമാളി അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട്. അവന്റെ വീഡിയോസ് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു അവസ്ഥയിൽ ശരിക്കും വല്ലാത്തൊരവസ്ഥയാണ്. ശരിക്കും ഇത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണത്. ഇത്ര നാള് സ്നേഹിച്ച ആ പെങ്കൊച്ച്. ഓക്കെ, എന്തായാലും ഒരു കണ്ണാപ്പിയുടെ കൂടാണ് പോയതെന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ അതുമാത്രമല്ല, അവൻ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരുത്തനാണെന്നും അറിയാൻ സാധിച്ചു. എന്തായാലും നൂർനാട് പോലീസ് സ്റ്റേഷനിൽ അഖിലനാടി കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ബന്ധം പിരിയുന്ന കാര്യങ്ങളും അതും ഇതൊക്കെ ഇനിയിപ്പം അതിന്റെ നിയമ രീതിക്ക് തന്നെ നടക്കും. ഇവള് കാണിച്ചത് പക്കാ തിരുത്തരം, പക്കാ ഫ്രോഡ് പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ കാണിച്ചത്. ഇവിടെ നാട്ടിൽ നിയമമുണ്ട്. ഇവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ലീഗലി അത് പിരിഞ്ഞു മാറാനുള്ളതിന് ആ പാവപ്പെട്ടവന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് പോയ ഇവളെയൊക്കെ ശരിക്കും മനുഷ്യരായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ പറ. ഓക്കെ, അപ്പോൾ വീഡിയോ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് CCTV ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. 7/7/2026 മേഘ പോയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും പല വീഡിയോസും ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒളിച്ചോടി ഒരു കുടുംബജീവിതം തകർക്കരുതെന്ന്. നിങ്ങൾക്ക് ഒരു ബന്ധം
ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നിയമപരമായിട്ട് വേർപിരിക്കുക. അല്ലാതെ ഒളിച്ചോടി ആ കുടുംബ ബന്ധം തകർക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അവർക്ക് ഒളിച്ചോടിയിൽ ഒരു റീസൺ ഉണ്ടെന്ന്. ഓക്കെ, ആ റീസൺ എന്താണെന്ന് 2 ദിവസത്തിനകത്ത് അറിയാൻ സാധിക്കും. കറക്റ്റ് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരെ സൈഡിൽ നിന്ന് രണ്ടുപേരും വലിച്ചു കയറി ഞാൻ ഒട്ടിക്കാത്ത. ഇവിടെ മേഘയുടെ ഭാഗത്താണ് തെറ്റെന്ന് നാളെ കൺഫേം ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കുന്നതായിരിക്കും. കാരണം ഒരു ബന്ധങ്ങളെയും ഒരുമാതിരി വാല്യൂ ഇല്ലാണ്ട് കണ്ട് തകർത്ത് തരിപ്പണാക്കിക്കൊണ്ട് ആരോ എന്താ അപരാധം കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം അന്വേഷിച്ച് പറഞ്ഞത് മേഘയുടെ ഭാഗത്ത് അതിൻ്റെതായ കുറച്ച് ന്യായീകരണങ്ങളുണ്ട്, അതിലെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെതായ റീസൺ സംസാരിച്ചത്. അപ്പോഴും നിങ്ങൾ കുറേ പേര് കമൻസിൽ ചെയ്ത് അവൻ ഗേ ആണോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി അറിഞ്ഞത് അത്യാവശ്യം തകർന്ന് തരിപ്പണമായാണ് അഖിൽ ഇരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അവൾക്ക് വേറെ അഫെയർ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഉറപ്പായിട്ട് നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം പോകാമായിരുന്നു. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തൊട്ടിപ്പരിപാടി കാണിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ അവൾ പറഞ്ഞ മൊഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേറെ അഫെയർ പെണ്ണുങ്ങളായിട്ടുള്ളത് കൊണ്ടാണ് അവൾ പോയതെന്നാണ്. അങ്ങനെ അവന് വേറെ അഫെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവൾ പോകുന്നത് അതെനിക്ക് യോജിപ്പില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വേറെ ഒരു റീസൺ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആ റീസൺ ജെന്യുവിൻ ആണോ അല്ലേ എന്നാണ് ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജെന്യുവിൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഖിലിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഉള്ളവന്മാർ പെണ്ണ് കെട്ടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അത് ജെന്യുവിൻ ആണോ അല്ലേ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. അല്ലാത്ത പക്ഷം മേഘ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കയറി കഴിഞ്ഞാൽ എനിക്ക് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മേഘ അടുത്തറിയാവുന്ന ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ട്, തള്ള വേലി ചാടിയ മകൾ വേലി ചാടില്ലേ എന്നുള്ളൊരു പഴഞ്ചൊല്ലടക്കം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് ക്ലാരിറ്റി എനിക്ക് കുറച്ച് ഒന്ന് സമയം എടുത്തായാലും കിട്ടിയ ഉടനെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അല്ലാണ്ട് എൻ്റെ മക്കിട്ട് കയറിയിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ അറിയുന്ന കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു ബ്രോ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാർഡിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടി പോയി. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഒരുപാട് ആളുകൾക്ക് സംശയവും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ട്. ഇത് സത്യമാണോ എന്ന്. ഓക്കെ, ശരിക്കും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസമായി ഭാര്യ പോയിട്ട് പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവൾ പുള്ളീനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ളൊരു കൊച്ചായിരുന്നു. പുള്ളിക്കാരിൻ്റെ അമ്മ ടീച്ചറും അച്ഛൻ അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡായിട്ടുള്ള വിവാഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖില് ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. പുള്ളിക്കാരൻ ഇന്നും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. സോ ബസ്സിലെ കിളിയുണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റപ്പ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. വിവരം അഖിൽ അറിയുന്നു. ആദ്യം അഖിൽ പേടിച്ചു തോന്നുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി അവളെന്തേലും കടുങ്കൈ ചെയ്തു, ശരിക്കും എന്താണ് പറ്റിയതെന്നൊന്നും അറിയാതെ അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗും എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അഖിലിൻ്റെ കുറച്ച് നാൾ മുമ്പത്തെ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ എന്നാലും അത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടെന്ന്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്.
ശരിക്കും ഇവരുടെ ഇത് പ്രണയവിവാഹം തന്നെയായിരുന്നു. ഓക്കെ, പ്രണയവിവാഹമായിരുന്നു. ആദ്യമേ വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് വിവാഹം നടത്തി കൊടുത്തു. വലിയ ഗ്രാൻഡ് വിവാഹം തന്നെയായിരുന്നു. നമ്മൾ എല്ലാവരും കണ്ടതാണ്. അന്ന് സോഷ്യൽ മീഡിയ ഫുള്ള് ട്രെൻഡിങ്ങിലായിരുന്നു അഖിലിൻ്റെ വിവാഹം. പുള്ളിയുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം ഒരുപാട് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭാര്യ, അതും വെറും ഒരു കച്ചറ ഒരുത്തൻ. അവന് ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര തൽപരകക്ഷിയാണെന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞത്. ശരിക്കും നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ്? കുറച്ചാൾ മുമ്പ് ഷഹല പോയി, അതിനു മുമ്പ് രഞ്ജീഷിന്റെ ഭാര്യ പോയി, ഇതേ ഇപ്പം അഖിലണ്ണാണ്ടിയുടെ ഭാര്യ പോയി. ഇതെന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത്? എന്താണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എൻ്റെ പൊന്ന് സ്ത്രീകളെ, നിങ്ങൾക്ക് ഇങ്ങനൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിന് മുന്നേ അങ്ങ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞ് മറ്റൊരുത്തിൻ്റെ ജീവിതവും കൂടെ ഇല്ലാതാക്കി അവനെ മുമ്പിച്ചിട്ട് പോകുമ്പോൾ തകരുന്നത് അവൻ്റെ ലൈഫാണ്. അത് സ്ത്രീകളെ നിങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ അവൾ കടന്ന് ഓരോ ഇല്ലാത്ത ന്യായങ്ങളും കള്ളങ്ങളും ഒക്കെ പറയുമായിരിക്കും. അഖിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അഖിലിന് പരസ്ത്രീ ബന്ധം ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും. അതൊക്കെ അവളുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ എന്തായാലും അവളെ വീട്ടുകാർക്ക് പോലും വേണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം അവളുടെ വീട്ടുകാർ അത്യാവശ്യം നല്ല വെൽ സെറ്റിൽഡ്. ഞാൻ പറഞ്ഞില്ല, അമ്മ ടീച്ചർ, അച്ഛൻ അഡ്വക്കേറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം സെറ്റാണ്. സോ ഇനി അവൾ മടങ്ങി വന്നാൽ പോലും അവർക്ക് വേണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കോളനി ആയിട്ടുള്ള ഒരുത്തനോടാണ് പോകുന്നതാണ് അറിഞ്ഞത്. സോ അങ്ങനെയുള്ള ഒരുത്തനോടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈഫ് ഇനി എന്താകും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചറിയണം. അവൾ പോയി. കാരണം അഖിലിനെ നമുക്കറിയാം, നേവിയിലുള്ള ജോലി ഉപേക്ഷിച്ച് ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലോട്ട് വരണമെന്നുള്ള ഗട്ട്സ് ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്ത് വരും. കാരണം 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടത്തില്ല. അതും അത്രയ്ക്ക് നല്ലൊരു ജോലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന് ഈ ഒരു ലെവലിൽ അവൻ എത്തണമെന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവന് മഹാരാജാസ് എന്ന് പറയുന്നൊരു സിനിമ വരെ ഇറങ്ങി. ഓക്കെ, എന്നിട്ട് ഇവളൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ത് കണ്ടിട്ടാണ് ഈ പോകുന്നതെന്നുള്ളതാണ്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. ഓക്കെ, ഈ വിവാഹം കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേരെ മാത്രം ടാർഗറ്റ് നടക്കുന്ന കുറേ മൈരന്മാരുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേരെ വിളയ്ക്കാൻ വേണ്ടി മാത്രം നടക്കുന്നു. അതിനകത്ത് മെയിനായിട്ടുള്ളത് ഒരുവിധം ഈ ബസ്സിലുള്ളവന്മാരൊക്കെയാണ്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കണ്ണും കാണിച്ച് എന്തായാലും ഇവളുമാർക്ക് എന്തേലും ഒരു കാര്യം നമ്മൾ സ്ത്രീകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിൽ പിടിച്ച് ഉമ്മാരെ കയറും, അതിൽ പിടിച്ച് കയറി വളച്ചെടുക്കും. ഓക്കെ, ഉമ്മാരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കുറേ നാൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ ഉറപ്പായിട്ടും വലിച്ചെറിയും. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അല്ലാതെ ആത്മാർത്ഥ സ്നേഹമോ കോപ്പോ മണ്ണാങ്കട്ടയോ ഒന്നുമല്ല. ഓക്കെ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങൾക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഒരു ഭർത്താവ് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിവാഹം പെണ്ണ് കാണാൻ എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെ വെച്ചേക്കുന്നതിനാണ്. അതിന് വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ മറ്റൊരാളോട്ട് ബന്ധമുണ്ടെന്നുള്ള അതങ്ങ് തുറന്ന് പറയുക, ഓപ്പണായിട്ടങ്ങ് പറയുക. ഓക്കെ, അത് ആ ചെറുക്കനിപ്പം പെണ്ണ് കാണാൻ വന്ന ചെറുക്കനിപ്പം നിങ്ങളെ കെട്ടത്തൊന്നുമില്ല, അവനങ്ങ് പൊയ്ക്കോളും, അവൻ്റെ വഴിയെ പൊയ്ക്കോളും. അവന് വിധിച്ചത് നല്ലൊരു കൊച്ചിനാണെങ്കിൽ അതിനെ കെട്ടിക്കോളും. അല്ലാതെ പിന്നെ വന്ന് കയറി എന്നിട്ട് പിന്നെ മുമ്പിക്കാൻ നിൽക്കരുത്. അത് ശരിയായിട്ടുള്ള രീതിയല്ല. ഓക്കെ, എന്തായാലും അഖിലിന് ദൈവം ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു മനസ്സിന് ആ ഒരു ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും മേഘ, കർമ്മയെന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ മോളെ, നീ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. അത് 100% ഉറപ്പാണ്. നീ അനുഭവിക്കാതെ ഈ ഭൂമി വിട്ട് പോകത്തില്ല. ഓക്കെ, ആ പാവ പിടിച്ചവൻ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്ന് നിനക്ക് വലിയ പക്വത ഇല്ലെന്നവരാണ് ഞാൻ അറിഞ്ഞത്. നീ അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ളൊരു പെണ്ണു പോലും അല്ലെന്ന്. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു കിളി നിന്നെ അടിച്ചുകൊണ്ട് പോയത്. ഓക്കെ, ആ പക്വത നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും പോകത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഇതൊന്നും അനുഭവിക്കാതെ നീ പോകത്തില്ല. ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീരും അവൻ്റെ കുടുംബവും തകർത്തിട്ടാണ് നീ പോയത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ഈ ഒരു ക്ലിയർ കട്ടായിട്ടൊരു ആൻസർ നിങ്ങൾക്ക് തരണം. കാരണം രാവിലെ തൊട്ട് ഇന്നലെ രാത്രി തൊട്ടേ സോഷ്യൽ മീഡിയയിൽ നടന്ന് കറങ്ങുന്നുണ്ട്. പോയോ അത് സത്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും സത്യം തന്നെയാണ്. പുള്ളിക്കാരി അവനെ ചതിച്ച് അവൻ്റെ ലൈഫ് ഇല്ലാതാക്കിയിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞല്ലോ, അവൾ അനുഭവിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞ വേറൊരു കേസുണ്ട്. ഇവിടെ മേഘ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അതായത് ഇവൻ ഗേ ആണെന്ന് വരുത്തി തീർക്കാനും അതുപോലെ തന്നെ
ഇവൻ വേറെ കാര്യങ്ങളിലൊന്നും അത്ര ഗൗനിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാനെന്നൊരു സൈഡ് പറയുന്നുണ്ട്. അഖിലിന്റെ ഭാഗത്ത് ന്യായമാണെന്നൊരു സൈഡ് പറയുന്നുണ്ട്. അതുപോലെ അഖിലിന്റെ ഭാഗത്ത് ന്യായമല്ല, മേഘയുടെ ഭാഗത്താണ് ന്യായമെന്നൊരു സൈഡ് പറയുന്നുണ്ട്. ഇതിന്റെ കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ട് സംസാരിക്കാത്തത്. ഷഹാലയുടെ ഒക്കെ കേസിൽ ഒളിച്ചോടിയിലൊക്കെ കറക്റ്റ് ക്ലാരിറ്റി പക്കയായിട്ട് കിട്ടിയതിനു ശേഷമാണ് ഞാൻ വലിച്ചവളെ പൊളന്ന് വെച്ചിട്ടുള്ളത്. ഇവിടെയും അതുപോലെ തന്നെ അഖിലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതും നമ്മൾ ചൂണ്ടിക്കാണിക്കും, മേഘയുടെ ഭാഗത്താണ് തെറ്റുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കും. ആരാണ് തെറ്റ് കറക്റ്റായിട്ട്, ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അവരെ നമ്മൾ വലിച്ചു കയറും. ഓക്കെ, ഇവിടെ മേഘ ഇത്രയും നല്ലൊരു ജീവിതമായിരുന്നു, അല്ലെങ്കിൽ ഇവൻ അഖിൽ അത്ര നല്ലൊരു പയ്യനായിരുന്നിട്ടാണ് അഖിലിനെ ചതിച്ചുകൊണ്ട് മേഘ ഇങ്ങനെ ഒരു അപരാധം വേറൊരുത്തൻ്റെ കൂടെ പോയിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും മേഘയ്ക്കെതിരെ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഫസ്റ്റ് റിപ്പോർട്ട്, FIR എന്ന് പറയുന്ന പോലെ, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇവിടെ ഇപ്പോൾ അഖിലിനെ കുറ്റം പറയുന്നവരുണ്ട്, മേഘയെ കുറ്റം പറയുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അഖിലിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം ആ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, എനിക്കതിന്റെ തെളിവോ കാര്യങ്ങളോ അല്ലെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ഇനി ഈ പറയുന്ന പോലെ അഖിലിനെ ചതിച്ചുകൊണ്ട് വേറൊരുത്തൻ്റെ കൂടെ മേഘ പോയിട്ടുള്ളതാണെങ്കിൽ നിനക്ക് നാണമില്ലെന്ന് എന്നെ ചോദിക്കേണ്ടി വരും. ഇങ്ങനെ വരുത്തി തീർത്ത് അവൻ ഫ്രോഡാണെന്നും അല്ലെങ്കിൽ അവൻ മോശക്കാരനാണെന്നും നീ വരുത്തി തീർത്ത് പൊതുസമൂഹത്തിലേക്ക് അവനെ പറ്റിയിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ള സാധനം പറഞ്ഞു പരത്തിയിട്ടാണ് നീ ഈ പോകുന്നതെങ്കിൽ വളരെ തൊട്ടിത്തനമെന്ന് പറയേണ്ടി വരും. ഓക്കെ, അതും ഒരു വേറെ വൃത്തികെട്ടവൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. അവന് വേറെയും പല അഫയേഴ്സും ഉണ്ട്, കാര്യങ്ങളുണ്ട്, വേറെ പലരെ അവരാച്ചുകൊണ്ട് നടക്കുന്നവൻ എന്തൊക്കെയാണ് അവനെ കുറിച്ചിട്ട് പറയുന്നത്. അതിലും ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ഇപ്പോഴത്തെ ക്ലാരിറ്റി. കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തായാലും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.